ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഡേ 4. അപ്പോൾ നമ്മളിന്ന് തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണ്. തിരിച്ച് എറണാകുളം പോവാം. അപ്പോൾ രാവിലെ ഇവിടെ ഏതൊരു തലപ്പുറം ഇവിടെ ഒരു അമ്പലത്തിൽ കയറുന്നുണ്ട്, ശ്രീ രാജരാജേശ്വര ടെമ്പിൾസ്. അപ്പോൾ അവിടെ കൂടി കയറിയിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറാമെന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറാം. സോ ഇവിടെ നിന്നപ്പോൾ ഇറങ്ങി ഇപ്പോൾ ഞങ്ങളെല്ലാം റെഡി ഈ അമ്പലത്തിൽ കയറിയിട്ട് ഇവിടുന്ന് പോകും. സോ തുടങ്ങാം. അപ്പോൾ അതേ അമ്പലത്തിൻ്റെ ഇവിടെ എത്തി. നമ്മളപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അമ്പലത്തിൽ കയറിയിട്ട് വരാം. എനിക്കറിയില്ല, അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുമെങ്കിൽ എന്തെന്ന് ഞാൻ കാണിച്ചത് ഷോർട്സ്. അപ്പോൾ അങ്ങോട്ട് കയറുവാണ്. ഫോട്ടോ എടുക്കായിരുന്നു 2-3. നല്ല ഭംഗിയുള്ള സ്ഥലം. ഹായ്. ഇതാണ് എൻട്രൻസ്. ഇവിടെ ഒരു ശിവൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. സെറ്റാണ് ഇവിടെ. ഇത്രയൊക്കെ ഉള്ളൂ. നല്ല കല്ല് വെച്ചുള്ള പഴയൊരു സ്ട്രക്ചറിൻ്റെ ഒരു ഇതാണ് തന്നെ. ഫുൾ അങ്ങനത്തെ ഒരു ഇത് തന്നെയാണ്. ഇതാണ് ഗൈസ് ആ ശിവൻ്റെ സ്റ്റാച്ചു. നല്ല വൈബുള്ള സ്ഥലം കേട്ടോ, ഒരു പ്രത്യേക വൈബ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. പക്ഷെ അവർ അങ്ങോട്ട് പോയി. അവർ ഫ്രണ്ടിൽ കൂടിയാണ് കയറിയ. അപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് വന്നപ്പോൾ ഈ സൈഡിൽ കൂടിയാണ് വന്നത്. ഇവിടെ നല്ല സ്ഥലമുണ്ട്, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുക. എല്ലാം തെങ്ങിങ്ങനത്തെ പഴയ ടൈപ്പ് ഓഫ് സ്റ്റോൺസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയാണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു. പിന്നെ നല്ല സൺലൈറ്റിൻ്റെ ആ ഒരു ഇതും കൂടി വരാനുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇനി കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകാം. നമ്മൾ പോയിട്ട് ഇനി നെക്സ്റ്റ് ഇനി 2-3 ഒരു അമ്പലം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് 2-3 ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ലൊക്കേഷൻ, തൃച്ചംബരം ശ്രീകൃഷ്ണ ടെമ്പിൾ. അപ്പോൾ ഇവിടെയാണ് നെക്സ്റ്റ് കയറുന്നത്. ചേട്ടൻ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ വരും. ബാക്കി അച്ഛനമ്മ അങ്ങോട്ട് പോയി. സോ ഇതാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇവിടെ കയറുവാണ്. ഇപ്പം അറിഞ്ഞൂടാ ഗൈസ്. ഇവിടെ എന്തോ വെഡിങ്ങിൻ്റെ എന്തോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇതേ അമ്പലക്കുളമൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലക്കുളമൊക്കെ ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ. നമ്മളിതേ ഇപ്പോൾ അമ്പലത്തിൽ ഇറങ്ങുവാണ്. എന്നിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അമ്പലത്തിൽ.
ഗൈസ് നമ്മളപ്പതേ ഒന്ന് കോഴിക്കോട് വരെ എത്തി. ഫുൾ ട്രാവലിംഗ് ആണ്, വേറെ പ്രത്യേകിച്ചൊന്നും എടുക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് കോഴിക്കോട് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് കയറി പോണ വഴി തന്നെ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് വന്നു വെച്ചാൽ ഇവിടെയും കയറാണ്ട്. പിന്നെ ഇത് കഴിഞ്ഞൊന്ന് മിഠായിത്തെരി വരെ പോകണം, മിഠായിത്തെരി. അപ്പോൾ അവിടെയും കണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കയറി ജസ്റ്റ് അങ്ങോട്ട് ചെല്ലും, ബീച്ചിൻ്റെ സൈഡിലോട്ട് ചെല്ലും. പുതിയതായിട്ട് എന്തോ സ്ക്വയർ, എന്തോ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പുതിയ എന്തോ കൺസ്ട്രക്ഷൻ നടക്കാറുണ്ട്. അടിപൊളി. നല്ല വെയിലുണ്ട് ഗൈസ്, നല്ല വെയിലും ഉണ്ട്, നല്ല തിരക്കും ഉണ്ട്. കാറ് പാർക്ക് ചെയ്യാൻ തന്നെ നല്ല തിരക്കാണ്. എന്നിട്ട് കുറച്ച് ദൂരം അപ്പുറത്തെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടാണ് ഇട്ടത്. നല്ല തിരക്കും ഉണ്ട്. ഉച്ചയ്ക്ക് തന്നെ നല്ല തിരക്കാണ്, ടൈമിന് തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. ഇതെന്താ സാധനം? എന്തെങ്കിലും എടുക്ക്, എന്തെങ്കിലും ബൂസ്റ്റ്. എന്താ കാടമുട്ട? കാടമുട്ട ഇത് കല്ലുമ്മക്കായ. ഇത് കൊള്ളായിരുന്നു, മുട്ട കൊള്ളാം. കല്ലുമ്മക്കായ എന്ത് ജസ്റ്റ് ഫില്ല് ചെയ്ത് വെച്ച പോലെ മാത്രമേ. അല്ല, അത് മാവിന്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ, മറ്റേ ഇതുപോലെ ഇല്ല. അതെ, ആ ഫുള്ള് മാവിന്റെ ടേസ്റ്റ്. ആ ഇതിന് ചുമ്മാ വെച്ചിട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. നല്ല വലിയ ബീച്ചാണ് കേട്ടോ. കുറേ കടകളുണ്ട്. കൂടുതൽ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ. ബാക്കി അങ്ങനെ വലുതായിട്ട് വേറെ ഇവിടെ എന്താ സ്പെഷ്യൽ എന്ന് എനിക്കറിയില്ല. ഉപ്പിലിട്ട സാധനങ്ങളാണ് കുറേ വെച്ചേക്കണത് കണ്ടത്. വേറെ സ്പെഷ്യലായിട്ട് വേറെ എന്താ സാധനം കൂടുതലുള്ളതെന്ന് അറിയില്ല. ഗൈസ്, അപ്പോൾ കോഴിക്കോട് നിന്ന് തിരിച്ച് പോകണമെങ്കിൽ ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് പോവാണ്. നെക്സ്റ്റ് പ്ലേസ് മിഠായിത്തെരി വേണമെന്നാണ് എൻ്റെ ഒരു ഇത്. സോ ഇവിടെ നിന്ന് തിരിച്ച് പോവാണ്. സോ കോഴിക്കോട് നിന്ന് നമ്മൾ ഇറങ്ങണം. ബൈ. മറ്റേ സാധനം ഡ്രൈ ഫ്രൂട്ട്സ്.
എങ്ങനെയുണ്ട്? നിങ്ങൾ മിക്സ് ചെയ്തോ? ആ മധുരമുണ്ട്. മധുരത്തിന് മറ്റേ സർവത്ത് മാതിരി വെച്ചിട്ടുണ്ട്. ഉള്ളത് മിക്സ് ചെയ്യും. ഫുള്ള് വേണം. ബീറ്റ്റൂട്ടും പിന്നെ പക്ഷെ ഐസായിട്ട് എങ്ങനെ കഴിക്കണം? ഇത് ഐസായിട്ട് നിങ്ങൾ കഴിക്കണം. എല്ലാം പത്തേനാ മുളക് എടുത്തോട്ടെ. മുളക് വേണ്ട വേണ്ട മുളക് വേണ്ട മുളക് വേണ്ട മുളക് വേണ്ട. പുളിപ്പും ഇതാണുള്ള മറ്റേ അതിൻ്റെ ടേസ്റ്റ് ഇല്ല. ചോളത്തിൻ്റെ ടേസ്റ്റ് ആയിട്ടില്ല, ഒരു പുളിപ്പും. ഇപ്പോൾ ബീച്ചിൽ നിന്ന് തിരിച്ച് പോവാണ്. ചിലപ്പോൾ മിഠായിത്തിന് കയറുള്ളൂ, ടൈമില്ല. സോ ബീച്ചിൽ തിരിച്ച് പോവാം. അപ്പോൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് ചിലപ്പോഴേ കയറുള്ളൂ. അപ്പോൾ നോക്കാം. മിഠായിക്കരി എത്തി. മിഠായിക്കരി എത്തി ഗൈസ്. പക്ഷെ നല്ല തിരക്കുണ്ട്, ഫുൾ നല്ല ആൾക്കാരുണ്ട്. നമ്മളപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും ടൈമായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മളിപ്പോൾ തന്നെ പോകും. ജസ്റ്റ് ഒന്ന് അവിടം വരെ നടന്നിട്ട് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നോക്കണം. ഗോതമ്പ് ഗുനാഫ എല്ലാം അത് കഴിഞ്ഞാലും അറിയത്തില്ല. ഡിഫറെൻറ്റ് ടേസ്റ്റ്. അത് ഇളനീരിക്കായിരിക്കും. ഇത് ഗോതമ്പ് ഗുനാഫ. ഇത് നവധാന്യ സീഡാണ്. അത് പ്ലംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ചിയ സീഡ്, റാഗിയും വീറ്റും കൂടെ മിക്സ് ആയിട്ട്. ഓരോന്നിനും ഓരോ കൂട്ടാണ്. അത് കരിക്ക് ഇളനീര് മാത്രം. വേണ്ട ഒരു മധുരം കഴിച്ചിട്ട് ഏകദേശം നമുക്കൊരു മധുരം മൊത്തത്ത് കുടിയാൽ അത് ഇതെല്ലാം പീസാക്കിയിട്ടില്ല. അത് 50 ആകും. ഷെയർ ചെയ്യാം. ഇത് ലക്ഷദ്വീപ് ഹൽവ. ലക്ഷദ്വീപ് ഹൽവ ഒറ്റ കാര്യം ചോദിച്ചു, ഇതിലെന്തെങ്കിലും ആണോ? ശർക്കര
തേങ്ങയുടെ ടേസ്റ്റ് എങ്ങനെ നന്നായിട്ടില്ല അങ്ങനെയല്ല ഒരു തേങ്ങയുടെ ടേസ്റ്റ് എങ്ങനെ അപ്പോൾ ഹലുവ മേടിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും പോവാണ്. ഇപ്പം തന്നെ ഇറങ്ങും ഇവിടെ നിന്ന്. നല്ല അടിപൊളി ബൈക്കുള്ള സ്ഥലം. ഇവിടെ നോക്കട്ടെ കേട്ടോ. ഇതിലൊക്കെ ഇതിൽ വരും. ഇതിലൊക്കെ മറ്റേ അരിമാവ് വരും, അല്ലെങ്കിൽ മൈദമാവ്. ഇത് അരിമാവ്. നമ്മൾ ഈ കോഴിക്കോട് വന്നിട്ട് പെട്ടെന്ന് കല്ലുമ്മക്കായെന്ന് പറഞ്ഞ് വാങ്ങിച്ചിരുന്ന മൊത്തം അരിമാവാണ്. അരിമാവ് അല്ലെങ്കിൽ പിന്നെ മൈദയായിരിക്കും. വേണമെങ്കിൽ സാധനം കിട്ടും, പക്ഷെ അത് ഇതിൽ മാർക്കറ്റിൽ പോയാൽ അതിന്റെ ചിപ്പി എടുക്കും. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. വേറെ വന്ന വഴിക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഡ്രൈവും നമ്മൾ വന്നാണ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വന്ന വഴിക്ക് ഫുഡ് കഴിച്ചു. എന്നിട്ട് ഇപ്പോൾ വീട്ടിലെത്തി. നല്ല ടയേർഡാണ്. കിടന്നുറങ്ങണം. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നല്ല ടയേർഡാണ്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ചെയ്യുകയാണ്. സോ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. സോ സൈനിങ്.